ഇതൊക്കെ പതിയുന്നുണ്ടോ? എൻ്റെ അപ്പുറത്ത് എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഇത് പാളിച്ചകളുള്ള വ്ളോഗാണല്ലോ, അപ്പം ഇതിൽ പാളിച്ചകളാവാം, അതിന് പ്രശ്നമൊന്നുമില്ല. പാളിച്ചകൾ വേണം. പിന്നെ എങ്ങനെ അങ്ങോട്ട് തുടങ്ങാൻ എല്ലാത്തിൻ്റെ ഒരു തുടക്കം വേണമല്ലോ. ഇതാണ് ആ തുടക്കം. ശരിക്കും ഞാൻ വ്ളോഗ് ചെയ്യാണ്. ആ ഇന്ന് ഇറങ്ങൂ ഏത് വ്ളോഗ്? ഇന്ന് എയറില്, ഇന്ന് യൂട്യൂബിൽ വരൂ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളുടെ ആദ്യത്തെ വ്ളോഗാണ് യൂട്യൂബ് ചാനലിലെ. ചക്കരയുടെ കാണിച്ചു തരാം. എന്ത് ചെയ്ത് കൊടുക്കണം? തൈര് ഉണ്ടാക്കണം. അവിടെ ബിരിയാണി തിന്നു തുടങ്ങി. തൈര് ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് നമ്മളെ ഷട്ടി, മെയിൻ ഷെഫ്. നമ്മളെ കൂടെ അബ്ബാദുണ്ട്, ഷിയാസുണ്ട്, ദുൽഖർ സൽമാനുണ്ട്. ശരിക്കും എൻ്റെ പേര് ദുൽഖർ സൽമാനാണ്. നമുക്കുള്ളത് ചെമ്മീൻ ബിരിയാണി ഉണ്ട്. അപ്പം ആദ്യം ഉണ്ടാക്കിയ ബിരിയാണി ചെമ്മീൻ ബിരിയാണി. കുറച്ച് പാടെങ്കിലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. നല്ലൊരു പെരുന്നാളായിട്ട് എനിക്കാകെ 2 ചെമ്മീനുള്ളൂ. ചെമ്മീനല്ല വിഷയം കേട്ടോ. ഒരു കാര്യമില്ലാതെ തന്നെ ആ മാർക്കറ്റ് വരെ കൂട്ടിക്കൊണ്ട് അങ്ങനെ വെച്ചോണ്ടാ. ഫസ്റ്റ് ബൈറ്റ് എടുത്ത് നോക്കാം. ചെമ്മീനെ കണ്ടു കൊള്ളാം, പക്ഷെ കുറച്ചൊരു പുളി വേണം. ഇതൊരു അറബിക് പ്രോൺസ് ബിരിയാണിയാണ് നമ്മൾ വിചാരിച്ചത്. ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. ഒരു അറബിക് ടച്ചാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പെരുന്നാളിനോ പ്രോൺസ് ബിരിയാണി വെച്ച് അടിപൊളിയെന്ന് എല്ലാവരും പറഞ്ഞത് കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചല്ലേ. ശരിയായ മെയിൻ ഷെഫ് ഈയല്ലടാ. മെയിൻ ഷെഫ് ഓറാക്കണം. ശരിക്കും ഞാൻ വ്ളോഗ് ചെയ്യാണ്. ആ ഇന്ന് ഇറങ്ങൂ ഏത് വ്ളോഗ്? ഇന്ന് എയറില്, ഇന്ന് യൂട്യൂബിൽ വരൂ. സംഭവം എന്താ വെച്ചാൽ കടയില് ഇതൊരു ആദ്യ വ്ളോഗും പാളിച്ചകളും, അതാണ് ഇതിന്റെ ടൈറ്റിൽ. ഇത് ഞാൻ വെറുതെ തുടങ്ങിയാ ഞാൻ ഇടൂ. ഞാൻ മറ്റേ മൂഡിലാണ് ഇന്ന്. അവരെങ്ങൾ കൂടണം. നിങ്ങളിങ്ങനെയൊക്കെ പോയാൽ മതി. ആദ്യ വ്ളോഗും 1700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ശരിക്കും 1700 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. ശരിക്കുണ്ട് യൂട്യൂബില്. അൻസാറിന്റെ ഒരു ആദ്യ രാത്രി വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ വൈറലാണത്. അതൊരു 2 മില്യൺ പോയി. ഒളിക്യാമറകളല്ല, അതുകൊണ്ട് ഒരു ആദ്യ രാത്രി ഷോർട്ട് ഉണ്ട്. അതിട്ടിട്ടാണ് അവള് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയത്. അൻസാറിന് ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. ഇത് ഫസ്റ്റ് വ്ളോഗും പാളിച്ചകളും, അതാണ് ഈ വ്ളോഗിന്റെ മെയിൻ. ഞാൻ മറ്റേ മെയിനായിട്ട് ഇതായിട്ടും ഇതെന്താ പറഞ്ഞാ നമ്മള് ആ ഒരു കട്ടൂല. ഒന്നാമത്തെ സംഭവം എന്താ വെച്ചാല് പെരുന്നാളൊക്കെ അല്ലേ, രാവിലെ പള്ളിയിൽ പോണതും കുപ്പായി മാറണതും ആ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ വിചാരിച്ച മറന്നു. ഇത് ശീലമില്ലല്ലോ, ഇത് ആദ്യത്തെ പരിപാടിയാണല്ലോ. പിന്നെ എങ്ങനെ അങ്ങോട്ട് തുടങ്ങാൻ എല്ലാത്തിൻ്റെ ഒരു തുടക്കം വേണമല്ലോ. ഇതാണ് ആ തുടക്കം. അല്ല, ഓനല്ലേ അവിടുന്ന് മെയിൻ ഷെഫ് പറഞ്ഞ ഡയലോഗ് അടിച്ചത്. ഓനെങ്ങാനാണ് മെയിൻ ഷെഫ് എങ്കിൽ ഇത് അതിലും പളിയനെ. പക്ഷെ ബിരിയാണി അടിപൊളിയാണ്. ഉമ്മാര് പിന്നെ എസ്തെറ്റിക് നോക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ദുബായ് വൈബിലൊക്കെ സെറ്റാണ്. പക്ഷേ പുളിയില്ല ബിരിയാണിയില്. പുളിയില്ലേ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാണില്ല. അച്ചാറില്ലേ? അച്ചാർ കഴിക്കടാ, അത് ബാലൻസ് ചെയ്യല്ലോ. ഞങ്ങൾക്കൊരു നാഥനുണ്ട്, ഫയാസ്ജി. എന്താ അറിയില്ല, ആള് ഒരാഴ്ച മുമ്പ് ചെമ്മീൻ ബിരിയാണി വൈബാക്കി ചെമ്മീനൊക്കെ വാങ്ങിക്കൊണ്ടു. ആള് പോയി. കണ്ണിലുണ്ണിയാണ്. അടിപൊളിയാണ് ആള്. ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടില്ല, കുഴപ്പമില്ല അല്ലേ? നാളെ അവിടെ പോയി കഴിക്കട്ടെ. അതെ, നമ്മളെ പാളിച്ചകളൊന്നും ഒരു പാളിച്ചകളല്ല. രാവിലെ മുതൽ സ്കൈ ബ്ലൂ ഇതും പള്ളി നിറച്ചും നീലി പള്ളി, ആശാനും നീലി പള്ളി. അപ്പം ഇടുന്ന ആൾക്കാരിലാണ് ഭംഗിയെന്ന് പറഞ്ഞിട്ടോ. പല ആൾക്കാരും ഇടും, അത് നോക്കണം. പലരും ഇടും, ഇടുന്ന ആൾക്കാരെ ഭംഗിന്നൊക്കെ പറഞ്ഞു. ഞാനും പച്ച വൈറ്റും
അങ്ങനെ സംഭവിച്ചു. ശ്രദ്ധിക്കപ്പെട്ടില്ല. ആദ്യമായിട്ട് എന്നാ കാണുന്നത് സീരിയസ്. പക്ഷെ അതിന്റെ ഒരു രസമുണ്ട്. രസമുണ്ട്. എന്താ കഴിക്കത്? കുളിച്ചിട്ട് കഴിക്കാനോ? കൊലസ്ട്രീ. ഇത് നമുക്ക് ഇന്നലെ ഒരു ഓവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് അയച്ചെന്ന കുക്കീസ് ആയിരുന്നു. ഇന്നലെ കഴിച്ചു. അതിന്റെ ഷോർട്ട് ചെയ്തിരുന്നു. എന്റെ ഷോർട്ട് കാണെങ്കിൽ ഇവിടെ അതിന്റെ റീൽസ് ഞാൻ ചെയ്യും. എവിടെ വരിക? അവിടെ എവിടോ വരും. നിക്ക ഇതൊക്കെ പതിയുന്നുണ്ടോ? എന്റെ അപ്പുറത്ത് എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഒരു മണിക്കൂറുണ്ടാവും. ആരും കാണരുത്. കണ്ടതിന്റെ സ്കിപ്പായി പോകും. ഞാനിടും. ഞാൻ എല്ലാം ഇടും. അത് ഷോർട്ട് ഇട്ട് പിന്നെ വലുതാക്കണ്ടേ. ഇതെങ്ങനെ ഫ്രെയിമിൽ എല്ലാവരും ഉണ്ടോ? ഞങ്ങൾ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓനോ ഇത് 1Xലാണ്. കമോൺ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം എൻ്റെ ഇതൊന്നുമില്ല. ഇത് പാളിച്ചകളുള്ള വ്ളോഗാണല്ലോ. അപ്പം ഇതിൽ പാളിച്ചകളാവാം. അതിന് പ്രശ്നമൊന്നുമില്ല. പാളിച്ചകൾ വേണം. ദുൽഖറെ നമ്മളിപ്പം വ്ളോഗ് ഷാജിബാപ്പ കാണാൻ പോവാണ്. നല്ലൊരു വെള്ള ടിക്കറ്റ് കിട്ടില്ല. ഞാൻ റിവ്യൂ പറയാം. റിവ്യൂ പറയാനിപ്പോൾ എന്താ നല്ല പടല്ലേ? എല്ലാവരും നല്ല ആരൊക്കെ പറഞ്ഞു? നവാഡിയനും ആരൊക്കെ പറഞ്ഞു? തല്ലിയല്ലോ. അത് വെറുതെ ആറാട്ടാറ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തപ്പോ അത് കാലൊക്കെ പിടിച്ച് ആര് വെറുതെ തല്ലുക? വൈറലാവാൻ ഒരുത്തം വൈറലാവാനും ഓനെ തല്ലി വൈറലാവാൻ വേറെ വേറെ ആരൊക്കെ തല്ലാണ്ട്. ഞാൻ ആറാട്ടാണല്ലോ ഭാഗത്താ. നിങ്ങൾ അലൻ ജോസ് പെരേരയുടെ ആറാട്ടാണോ? അത് പറയും. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ചോദിക്കണ പോലെ അവിടെ എത്തി. കാര്യങ്ങൾ കൈവിട്ട് പോവാണ്. നിഹാല അലൻ ജോസ് പെരേര ഈ നായ്ക്കള് അല്ല വ്ളോഗില് മ്യൂട്ട് ചെയ്യും. ഈ റൂമില് തെറി പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തെറി പറഞ്ഞാൽ 5 ദിർഹംസ് ഫൈനാണ്. അപ്പം അങ്ങനെ 5 ദിർഹം പോവും. അത് പോട്ടെ. എന്താ പറഞ്ഞത് പിന്നെ? എന്തിനെ പറ്റി ആ ഇവന്മാർ അലൻ ജോസിനെ മെസ്സേജ് അയച്ചു. എന്ത് പറഞ്ഞിട്ട് ഈ മെസ്സേജ്? എനിക്കും ഫയാസ്കാക്കും ബർത്ത്ഡേ വിഷ് ചെയ്യണം, ദുബായിൽ സർപ്രൈസ് ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ദുബായിൽ യുദ്ധമാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. പ്രായം പക്വതയില്ലാത്ത ചെക്കന്മാരാണ് അങ്ങനെയൊക്കെ ചെയ്യും. അതെ, ശരിക്കും എൻ്റെ പേര് ദുൽഖർ സൽമാൻ എന്നാണ്. അതാണ് എൻ്റെ കോമഡി. ആൾക്കാർ വെറുതെ കളിയാക്കാൻ പറയാം. ശരിക്കും എൻ്റെ പേര് ആ കഥ എന്തേലും മൈ നെയിം ഈസ് അന്നി. നിങ്ങൾ ഇല്ലാത്ത ബ്ലോഗില് വ്യൂസ് കൂടാനുള്ള പരിപാടി ഒന്ന് നോക്കട്ടെ. കുറച്ചിട്ടില്ല പരിപാടി അത്. കഥ ഞാൻ പറയും. ഇവിടെ ഇരിക്കും, കഥ ഞാൻ പറയും. ഇവൻ പറഞ്ഞത് ഇവന്റെ വെല്ലിപ്പ ആരമ്മന്റെ പേ ഇവന്റെ വെല്ലിപ്പ ചെന്നൈയിലേനു. ഫേക്ക് ന്യൂസ് അല്ല. ഇവ പറഞ്ഞില്ലേ ദുൽഖർ സൽമാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദുൽഖർ സൽമാൻ ഒറിജിനൽ ദുൽഖർ സൽമാൻ കാണുന്നുണ്ടെങ്കിൽ അത് സത്യമാണോ വെരിഫൈ ചെയ്യണം. ഇവൻ പറഞ്ഞത് എന്റെ വെല്ലിപ്പ ചെന്നൈയിലും മദ്രാസില് മദ്രാസാണ് ചെന്നൈ അല്ല ചെന്നൈ മദ്രാസ്. ഓക്കെ എന്നാ പഴയ മദ്രാസിൽ ദുൽഖർ സൽമാനെ ഇഫ്ലു പഠിപ്പിച്ചിരുന്നു. മദ്രസ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്ത് പഠിപ്പിച്ചു ഈ വന്നിരിക്കെ ഞാൻ പറഞ്ഞ അതെ, നമുക്കതാണ് വേണ്ടത്. അപ്പൊ ഇവന്റെ വെല്ലിപ്പ ദുൽഖർ സൽമാനെ മദ്രസ ഇവൻ മദ്രസ തന്നെയല്ല എന്ന് പറഞ്ഞേ. വീട്ടിൽ പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാനൊക്കെ. അപ്പം അന്ന് ആ പേര് കേട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇവന്റെ വെല്ലിപ്പ ഇവന് ദുൽഖർ സൽമാൻ പേരിട്ട്. ഇവൻ എത്താത്തിന്റെ പേരെന്തേനും ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യില്ല. എന്റെ അടുത്ത് കോപ്പറേറ്റ് സൗണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വ്ളോഗ് കട്ടാൻ പാടില്ല. അങ്ങനെ വെല്ലിപ്പയാണ് ഇവന്റെ പേരിന്റെ പിന്നില്. ഇതൊക്കെ പാവ വെല്ലിപ്പ അറിയപ്പെടാതെ പോരുത്. അപ്പൊ ദുൽഖർ സൽമാനെ പഠിപ്പിച്ചിട്ട് ആ പേരെടുത്തിട്ടാണ് ഇവരിട്ടത്. അങ്ങനെയാണ് ഇവൻ ദുൽഖർ സൽമാനായത്.
ദുൽഖർ അതെ അതുകൊണ്ടാണല്ലോ. അല്ലാതെ പിന്നെ ഈ ദുൽഖർ സിനിമയിൽ ഒന്ന് ഹിറ്റായിട്ട് ഈ ഗസ്റ്റ് പോയിട്ട് പേര് മാറ്റിയൊന്നല്ലല്ലോ. ജനിച്ചപ്പോൾ അവന്റെ പേര് ദുൽഖർ സൽമാൻ. അവിടെ ഉണ്ട് വെല്ലിപ്പ ലിജിറ്റാണ്. അത് എന്താണ് പറയാ ആണ് ലോകാറ്റ് പറയുന്നതിന് മുമ്പ് ദുൽഖർ ഒന്ന് വെരിഫൈ ചെയ്യണം. പോയിന്റ്. ദുൽഖറിന്റെ ക്രെഡിബിലിറ്റി ഇവൻ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവന്റെ ആധാർ കാർഡിലൊക്കെ അതാ പേര്. വേണ്ട ആണ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ബീലപ്പം പറയാ മൂടായിരിക്കും അല്ലേ? അത് ഓർഡർ ചെയ്താൽ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു. നമുക്ക് കാറുണ്ടല്ലോ. അപ്പൊ നമ്മള് ബീലപ്പാൻ പോകും. അതും നമ്മൾ കാണിക്കും. ഓ ഇന്ന് ഫുള്ള് നമ്മൾ കാണിക്കും. എല്ലാം വരും. എല്ലാം വരും. എന്ത് ഇല്ല ദുൽഖർ അതെ. അത് ദുബായിൽ ഒരു ദുൽഖർ സൽമാൻ. എങ്ങനെയുണ്ട്? ചിലപ്പോ നസ്റ്റൊക്കെ അടിച്ച് ഇവനെ കാണാനൊക്കെ വന്നാലോ ഓ വലുതായ ഞങ്ങളൊന്നും മറക്കരുത്. എന്താണ് അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം ഒന്ന് കട്ട് ചെയ്തടാ. ഇപ്പം ഗൈസ് നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കണ്ട കൈലിച്ചു. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. പിള്ളേരൊക്കെ നേരത്തെ പോയി. ഇതാണ് നമ്മളെ 4th ഫ്ലോർ. എൻ്റെ ഔട്ട്ഫിറ്റ് വെള്ളാപ്പച്ച. നമ്മളെ പിള്ളേരോടെ ദുബായി ഇന്ന് മഴ പെയ്യുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മഴ പൊടിഞ്ഞിരുന്നു അല്ലേ? ഇതാണ് നമ്മളെ ഏരിയ അൽനാദ 2. ഇവിടെയാണ് നമ്മളെ റൂം. ഞാനും എൻ്റെ പിള്ളേരും കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാ. അപ്പൊ അതല്ലേ പണ്ട് മുതലേ എന്തോ തറവാട്ടിലൊരു ആരാതൊക്കെ പാറക്കൽ തറവാട്ടിൽ ആന ഒരു ഗൈസ്. അപ്പോൾ വി ആർ ഗോയിങ് ടു നെതർ പോൺ പാർക്ക്. പോൺ പാർക്കിലാണ് നമ്മൾ എല്ലാ പെരുന്നാളിനും ഫോട്ടോ എടുക്കാൻ പോലെ. ഇതാണ് നമ്മളെ എൻ്റെ മൈക്കോടെ. ആ മൈക്കില്ല. പാർക്ക് ഓൺലി ഫോർ ഫാമിലി. അതെന്താ ബാക്കിയുള്ളവർ കയറി അവിടെ കയറാൻ പറ്റൂലേ? ദിസ് ഈസ് അവർ. ഒരു മണിക്കൂർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ ചെയ്തോളാം. എനിക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഒന്നും വേണ്ട. ആ വ്ളോഗിന്റെ ലൈസൻസ് ആണോ? ലൈസൻസ് വേണ്ട വ്ളോഗ് ചെയ്യാൻ? എനിക്കില്ലേ? അതെന്താ? ഇതാണ് നമ്മളെ നെഹ്ദ പാർക്ക്. അല്ല നെഹ്ദ പോണ്ട് പാർക്ക് അങ്ങനെയാണ് ഇതിന് പറയാം. നല്ല പീസ്ഫുൾ പാർക്കാണ്. ഞാൻ ഓടാൻ വരാറ്. ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓടാൻ വരുന്ന സ്ഥലമാണ്. ധോനല്ലേ? ജോനല്ലേ? എന്താണ് പാന്റ് ഇടാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അതിന്റെ അടുത്ത് ഒരു ബ്ലാക്ക് പാന്റ് ഉണ്ടായില്ലേ? അതിടാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ അതിനെ പുതിയത് വാങ്ങിയത്. ഞങ്ങൾക്ക് അളവ് നോക്കിക്കൂടെ? ഇത് ഇട്ട് നോക്കിക്കൂടേനോ? എനിക്ക് ലൂസ് കിട്ടിയല്ലോ. അത് ശരിയാ. ഞാനൊരു ഹായ് പറയേ. അല്ല ഫോട്ടോ എടുക്കണ്ടേ? ഇത് ഇങ്ങനെയാണോ എടുക്കുക? ഇതിന്റെ ക്യാമറമാൻ ഇത് ഇന്നെടുക്ക്. ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാൻ ഫുള്ള് പതിയില്ലേ? നമ്മൾ ഇവന്റെ മുഖത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ മുഖം എനിക്കേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി നല്ല ആൾക്കാരുണ്ടാവും, നല്ല തിരക്കുണ്ടാവുന്ന പാർക്കാണ് വീക്കെൻഡ്സിലും വീക്ക് ഡേയിലും. അപ്പം ഇതാണ് നമ്മളെ പോൺ പാർക്ക്. അത്യാവശ്യമുണ്ട്. ഓടിക്കണ 1400 മീറ്റേഴ്സോ അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ. ട്രാക്ക് ഇത് ഭയങ്കര അടിപൊളിയാണ്. അപ്പുറത്ത് സൈക്കിൾ ട്രാക്ക്, ഇപ്പുറത്ത് ജോഗിങ് ട്രാക്ക്. ഇപ്പുറത്ത് വെറുതെ നടക്കാൻ ഫാമിലിക്ക്. പിന്നെ ഒരു ചെറിയ വണ്ടി അവിടെ കിട്ടും. 100 ദിർഹം കൊടുത്താൽ 100 തോന്നുന്നു അല്ലേ? 1 ഹവറിന് 100 ദിർഹം. 100 ദിർഹം അത് ആ തുഴഞ്ഞു പോണ വണ്ടിക്കോ? എന്താടാ എന്ത് പരിപാടിയാ? എമ്മാതിയല്ലേ? പക്ഷെ അത് കുറെ ആൾക്കാർ ചെയ്യണാണോ? നമ്മളിനി അത്രയും ഗതികെട്ടവരായതുകൊണ്ടാണോ നമുക്കത് വലിയ വിലയായിട്ട് തോന്നുന്നത്?
മൂടായനെ അത് കിട്ടില്ല. പാർക്ക് കിട്ടില്ല സാധനമാണ്. സൈക്കിൾ ട്രാക്ക് അതും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കൊടുത്ത് മൂട് സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ബൈ ഗൈസ്, ആരൊക്കെ നോക്കേണ്ടത് നമ്മളെ ആദ്യത്തെ സംരംഭമായിട്ട്. ഇതെന്താ പ്രാവ് അവിടെ ഇരിക്കണോ? എന്നിട്ട് പോടാ അവിടുന്ന്. അല്ല ഞാൻ പ്രകൃതി രമണിയാണ് ഇവിടുത്തെ മെയിൻ. പക്ഷെ നിഹാൽ കൊണ്ടുപോയിട്ട് പെരുന്നാള് ഏയ് ശരിക്കും സാധനം കൊണ്ടുപോയത് നിഹാലാണ്. അതുണ്ട് ചിന്തത് എല്ലാവരും സ്കൈ ബ്ലൂവും മറ്റേ വൈറ്റും ആക്കിയപ്പോൾ നേരെ തിരിച്ചിട്ട് വൈറ്റ് ഷർട്ടും സ്കൈ ബ്ലൂ ബുദ്ധി. ഓഫ് കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ മൂഡ് കാലാവസ്ഥ. ഓ അത് വേറെ പ്രൗഡ്. വിമാനം വേണുണ്ടോ? ഏതാ മൂഡ്? അവിടെ നിന്ന് രണ്ടെണ്ണം ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. ഇതെന്തിനാ അവിടെ ഒക്കെ പോയിരിക്കണത്? മരം തല്ല് അടിക്കും. അവിടെ ഒരുത്ത മരത്തിൻ്റെ അടിയിൽ ഫോട്ടോ എടുക്കാനോ? ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം വേറെ പെട്ടെന്ന് മുഖം ഞാനീ മലർ ഈ പുഷ്പൻ വിത്ത് പ്രൂഫ്. അത് ക്ലിക്ക് അടിച്ച മുഖം മാറും. ഒരു രോഗം. അടിപൊളിയല്ലേ ഇതെന്താ? ഇതാ ഇതെന്താ മൂക്ക് തോണ്ടത്? നാവ് പുറത്ത് എന്തായാലും എവിടേക്കൊക്കെ നോക്കട്ടെ. വ്യത്യസ്തമായ ശരീരമാണ്. ചെറിയ ഓർഡർ വലിയ തലയാലോ. ബാലൻസ് കിട്ടാത്ത പരിപാടിയാണ്. കോണക എത്ര ചോദിച്ചാൽ 1000 അണ്ടി പുറത്ത്. ഇവന്റെ ഈ പരിപാടി എന്താ പറയുക? കമന്റ് ബോക്സിൽ ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക, എന്നിട്ട് അത് വന്ന് പറയാ ഇത് പറഞ്ഞ പോലെ അല്ലേ ഇങ്ങനെ ഫോൺ എടുത്താൽ എങ്ങനെയാ. ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ഫയാസ്ക. ട്രെൻഡിനൊപ്പം ഇന്ന് പള്ളി മൊത്തം നീലി പള്ളി. എന്ത് എങ്ങനെയുള്ളൂ? ഇത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? പള്ളി ഒരാളെ പോലും ഇങ്ങനെ കണ്ടില്ലല്ലോ. ഇതെല്ലാരും ഇട്ട പോലെ ഞാനിടുമ്പോ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങള് ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് പരിപാടിയൊക്കെ മാറ്റി ചോടി ഒതുക്ക. മിസ്സാവാൻ പാടില്ലല്ലോ. അതിലെ കോമഡി ഉണ്ട്. ഇവൻ എത്ര ഫോട്ടോ എടുക്കുമ്പോഴും ഈ ഷട്ടർ ക്ലിക്ക് ചെയ്യുമ്പോ അവന്റെ മുഖം മാറണം. ഇങ്ങനൊക്കെ കാട്ടുക. അത് പ്രശ്നമായിട്ട് ഓൻ പറയാ ഓലല്ലേ വിളിച്ചത്. അപ്പൊ അത് ഫൈനില്ലേ? നല്ല നമുക്ക് ഇതാ ഡ്രസ്സിന്റെ പൈസ തെറി വിളിച്ചാ ആ മലരേന്ന് പറഞ്ഞ അവിടെ എന്താ ഉള്ളിലുള്ളതാ നോക്കുക. അല്ല മനസ്സിൽ വേറെ പറഞ്ഞത് വേറെയാ. മനസ്സിൽ വേറെ വെച്ചിട്ട് ഇനി പറയരുത്. അതൊരു പഴഞ്ചൊല്ലായിട്ട് കൂട്ടാ. അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്ന പോലത്തെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്കേട്ടായോ? അങ്കേട്ടായിക്കട്ടെ ഫൈന്. കുഞ്ഞിന് നൊന്തു. വെറുതെ പറഞ്ഞാണ്. സ്പിരിറ്റ് ടെക്നോളജി ഇല്ലല്ലോ, എഡ്യൂക്കേഷൻ അല്ലല്ലോ, അനക്കതില്ല. എനിക്കുണ്ട്. ഓനെങ്ങനെ പബ്ലിക് ആയിട്ട് നമുക്ക് അതില്ലെന്നൊന്നും പറയുന്നത്.
ശരിക്കും അബ്ദുറബിന്റെ അതല്ലേ? ശിവൻകുട്ടി എനിക്കും ഫുൾ A+ ആണ്. ഞങ്ങൾക്ക് ഓനക്ക് 3 A+. ഓർഡർ റിസർച്ച് ആണ് നോക്കിയത്. എന്നിട്ട് ഓന് തെറ്റിക്കുക. പിന്നെ മുണ്ടില്ല 2 മാസം ഇത് മുണ്ടില്ല. ഓന് 3A+ ആയോണ്ടോ? എന്നിട്ട് റീവാലുവേഷൻ കൊടുത്ത് എനിക്ക് 4 ആയി. ഒന്നേ കൂടി കിട്ടും. ഹിന്ദി പരീക്ഷക്ക് ചോദ്യം, അതായത് ഒരു ചോദ്യം ഒരു പട്കഥ തയ്യാറാ, പട്കഥ തന്നെ, അതായത് പട്കഥ സംഭവതാണ്. ഒരു പെണ്ണിന്റെ മുത്തശ്ശി മരിച്ചു. അപ്പൊ എന്നിട്ടോട് കിണർ പക്കത്തിരിക്കുക. എന്നിട്ടോട് ആ സംഭവത്തിന് വിവരണം നമ്മൾ അതാണ് തന്നെ ഒരു ഡയറി എന്തോ എഴുതാനാണ്. അച്ഛാ ഫസ്റ്റ് രീതി ആജിക്ക് അതിന് സുന്ദരയാണ് ഡയറി എഴുതുമ്പോ പറഞ്ഞത്. അല്ല നമ്മള് 10ാം ക്ലാസ് പരീക്ഷ അല്ലേ, ഫസ്റ്റ് ഒരു 3 ലൈനും വായിക്കും, ലാസ്റ്റ് ഒരു 3 ലൈനും മാർക്ക് ഇടും. ഫസ്റ്റ് ലൈനിൽ മരിച്ചു കിടക്കുമ്പോ സുന്ദരമാണ് എഴുതിയ അവർക്ക്. അവിടെ എന്നിട്ട് റീവാലുവേഷൻ കൊടുത്തത് അപ്പൊ ഈസിയോട് പോയി. എനിക്ക് 3 A+ കിട്ടിയിട്ടുള്ളൂ. 4 A+. കിട്ടിയില്ല. +2 ചീട്ടക്കിന് പകരം വീട്ടില്ല. എന്ത് ഹ്യൂമാനിറ്റീസ് പഠിച്ചു, ഇംഗ്ലീഷ് ഫുള്ള് മലയാളം ചരിത്രങ്ങൾ ജിടെക്കിന് എനിക്ക് 92% ഒക്കെയുണ്ട്. ഞാനോ ടോപ്പർ അല്ല ജിടെക്കിന്റെ വെറും ഇതല്ലേ, ഇവ ഇന്റർനാഷണൽ ടോപ്പറാ. ഇവനോ ഇയല്ലേ ഇന്റർനാഷണൽ അല്ലേ? 92%, ഇവർക്ക് 74. പക്ഷെ എന്നാലും ആജിക്ക് അതിന് സുന്ദർ ഇന്ത്യയിൽ അറിയുന്ന വാക്ക് അതിന്റെ അർത്ഥം ഇവർക്ക് അറിയില്ല. കാണാപ്പാടം പഠിച്ചു വന്ന ഒരു വാക്ക്. അപ്പൊ നമുക്ക് B+ കിട്ടി. എന്നിട്ട് അവർക്ക് ഫുൾ A+ ഇല്ലാന്ന്. അതിപ്പോ ഇവന് 10 കിട്ടിയെങ്കിൽ ഉറപ്പല്ല കാര്യമില്ല എന്നുള്ളത്. ഞാല് ആരാ നിയാല്? ഈ അല്ലേ നിയാല്? ഈ അന്നെ തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പേര് പറഞ്ഞതിനാ? നിയാലും മാന്യൻ. സ്പ്രൈറ്റ് സ്പിരിറ്റ് നീനാന്ന് പറഞ്ഞത്. ആ ബോട്ടൽ എത്ര വലിപ്പേ ഉള്ളൂ. പാവം. പാന്റ് മടക്കിച്ചടാ. ആരാ കറക്റ്റ് ആവണെങ്കിൽ ഇവൻ കറക്റ്റ് എത്ര സൈസ് എടുക്കണം? ആരാ ഇതിന്റെ എത്ര സൈസാ? ഇതിന്റെ ഹൈറ്റ് ഇതിലോ 28 പാന്റിൽ എനിക്ക് കറക്റ്റ് ഹൈറ്റ് കിട്ടില്ലല്ലോ. പാന്റിൽ നിങ്ങളൊക്കെ പ്രശ്നമില്ലെങ്കിൽ സീനാണ് ഇതിന്റെ ലൈഫ്. പകുതി മുറിച്ചാ 2 പാന്റായി. ഇട്ടൂക്കാന്നൊക്കെ പറഞ്ഞതാണ്. ശരിക്കും ബ്ലോഗ് തുടങ്ങിയത് ഞാൻ സത്യം ഇതിന് ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇതിനിങ്ങനെ ഇടും. എനിക്ക് 1500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഓരൊക്കെ കാണും. 4K വ്യൂസ് ഞാൻ ചോദിക്കുന്നു. 4K വ്യൂസ് ഉണ്ട്. വലിയ നിലയിലത്തെ നമ്മൾ ഓർമ്മിക്കണടാ. ഈ ദിവസം ഞാൻ എന്തായാലും ഓർമ്മിക്കും. മറ്റേ പാളിപ്പോയ എന്താണ് ആദ്യത്തെ എപ്പിസോഡും പാളിപ്പോയതും അങ്ങനെ ഒരു സാധനമാണിത്. നമ്മൾ മറ്റേ പെരുന്നാളിന് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. രാവിലെ തന്നെ ഞാനത് മറന്നു. അതൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മത്. ശരിയാണല്ലോ, എന്തൊരു സാധനം തുടങ്ങുന്നത്. എന്തായാലും തുടങ്ങാം ആ മൂഡ്. ഏറ്റവും പാളൽ ഇന്നത്തെ മെയിൻ പാളൽ നിങ്ങളാണ്. 99 മോശം ഞാൻ പറയൂല, ഒരിക്കലും ഞാൻ പറയൂല. 90 അല്ല 80 85 കൂട്ടിക്കോ. ആ 15% നമ്മളെന്നുണ്ട്. കോംപ്ലിമെന്റ് എന്നെല്ലാം പറയും, ഇങ്ങനെല്ലാം കോംപ്ലിമെന്റ് പറയാൻ പറ്റും. ഇതേപോലെ എത്ര ആൾ ഇടുന്നതാ? അല്ല അതിന്റെ മെയിൻ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദുൽഖർ സൽമാൻ കൊടുക്കേണ്ടതാണ്. അതിന്റെ സാധനം കിട്ടിയില്ല, ക്ലീൻ ആക്കണ്ടേ? നിങ്ങൾ കുരിയല്ലേ കേട്ടോ, കഷണ്ടി കാണുന്നു. ഇത് പോയി ഓറ പോയി അത് കട്ടിയില്ല. ദുബായിൽ നല്ല മഴക്കാറുണ്ട്. സമയം 5:22. ബട്ട് നല്ല ക്ലൗഡിയാണ് മൊത്തം. വി ആർ ബാക്ക് ടു റൂം. പാർക്കുന്ന ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആക്ടർ റൂം. നമ്മൾ ആട് 3 കാണാൻ വേണ്ടി വന്നു. കൂക്കിയാൽ കൊല്ലും ഞാൻ. കൂക്കാൻ പറ്റൂല. കൂക്കിക്കോടാ. സിനിമ കാണാനല്ലേ വന്നീനി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? വിഷയം ഞങ്ങൾ പടം കണ്ടു തിരിച്ചു പോവുകയാണ്. എന്ത്